ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വാക്യം. അതിൻ്റെ അവസാനം തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അവിശ്വാസി എന്ന് നാം പലരും വിളിക്കുന്ന തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ദിവസമാണ് ഇന്ന്. നമ്മുടെ കർത്താവ് തൻ്റെ ഇഹലോകവാസം തീരുന്നു എന്ന് ബോധ്യമായപ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് കർത്താവിന് തോന്നി. അതിനുവേണ്ടി യേശു ഒരു ശവം അന്വേഷിച്ചു. എന്നാലല്ലേ ആളുകളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അന്നും ഇന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി ദൈവം ഒരാൾ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു. നമ്മുടെ സ്നേഹിതൻ രോഗിയായിരിക്കുന്നെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, ഒരു പനിയല്ലേ. അതിനിടയ്ക്ക് കർത്താവ് പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഒരു പനി വന്നാൽ ഉറങ്ങുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, രോഗം പെട്ടെന്ന് ഭേദമാകും. അപ്പോൾ യേശു അവരെ തിരുത്തിയിട്ട് പറഞ്ഞു, അല്ലല്ല, ലാസർ മരിച്ചുപോയി, ഇനി നമുക്ക് പോകാം. അപ്പോൾ തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, അയ്യോ, യെരുശലേമിൽ മുഴുവൻ നിനക്ക് എതിരായി നിൽക്കുന്നവരാണ്, നിന്നെ കൊല്ലാനിരിക്കുന്നവരാണ്. അവൻ്റെ കൂടെ അപ്പോൾ യേശു പറഞ്ഞു, അല്ലല്ല, നമുക്ക് പോകണം. അപ്പോൾ തോമസ് പറഞ്ഞു, അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാം. ഇങ്ങനെ യേശുവിൻ്റെ കൂടെ മരിക്കാൻ മറ്റ് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ ആളാണ് തോമസ് അപ്പോസ്തലൻ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു രൂപമോ ഭാവമോ അല്ലായിരുന്നു ആദിമകാലത്ത് ശിഷ്യന്മാർക്ക് ഈ കൊലപാതകം, ഈ നിഷ്ഠൂരമായ ഈ കൊല ഗ്രഹിക്കുന്നതിനപ്പുറമായിരുന്നു. പലപ്പോഴും യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉയർക്കും. അപ്പോൾ അവർ അന്യോന്യം ചോദിക്കും, എന്താണ് ഈ ഉയർപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ട് ബോധ്യമായിട്ടല്ലേ ഉയർപ്പ് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ 39 വയസ്സിൽ മരിക്കുന്നു. അവന് 4 പിള്ളേർ, 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർ. തലേന്ന് വരെ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന അപ്പൻ മരിച്ചുപോയെന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് മരണം. നോക്കിയപ്പോൾ ഒരു പെട്ടിക്കകത്ത് അപ്പനെ കിടത്തിയിരുന്നു. അപ്പോൾ അവരോട് കൂടെ കളിച്ച ഹോക്കി സ്റ്റിക്കും ടെന്നീസ് ബാറ്റും ബോളും എല്ലാം ഞാൻ ചെല്ലുമ്പോൾ ഈ പെട്ടിക്കകത്തിട്ട് ആ പിള്ളേർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മക്കൾക്ക് മരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതുപോലെ തന്നെയായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരും. ഉയർക്കുമെന്ന് പറഞ്ഞത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം ഈ വാക്ക് കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അവൻ്റെ കൂടെ മരിക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലായി. യേശുവിനെ ക്രൂശിച്ചപ്പോഴും എന്താണ് ഇതിൻ്റെ ബാക്കിൽ, ഇതിൻ്റെ പിന്നിലെന്നത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഗദസമനയിലെ ശിഷ്യന്മാരുമായിട്ട് പോയിട്ട് നെടുവീർപ്പോടുകൂടെ കർത്താവ് കരയുന്നു. വെള്ളം പോലെ രക്തം മാറി മരിക്കാൻ തോന്നില്ല. യേശു വന്ന പത്രോസിനോട് പറയുന്നു, ഒരു മിനിറ്റെങ്കിലും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? മരണത്തെക്കുറിച്ച് അവർക്ക് അന്നേരം ചിന്തയില്ല. ഇവൻ മരിക്കാൻ പോവുകയാണ്, കൊല്ലപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും നിഷ്ഠൂരമായൊരു മരണത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. ആ യേശുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ് അന്ന് തന്നെ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനാകും. യേശുവിനെ കണ്ടവർ സന്തോഷിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അന്ന് തോമസ് കൂടെയില്ലായിരുന്നു. ധൈര്യവാൻ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും കഥകടച്ചിരിക്കുമ്പോൾ ഒരുവൻ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ധൈര്യശാലി തന്നെയായിരിക്കണം. തോമസ് വന്നപ്പോൾ ശിഷ്യന്മാർ 10 പേരും കൂടെ പറഞ്ഞു, വി ഹാവ് സീൻ ജീസസ്. കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. യേശുവിനെ ഞങ്ങൾ കണ്ടു, നമ്മുടെ ഗുരുവിനെ ഞങ്ങൾ കണ്ടു, നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു. തോമസിന് എൻ്റെ ചെയ്ത ഒരു കുണ്ഠിതമുണ്ടാവും.
ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനാണ്, ഇവൻ്റെ കൂടെ ചാകാൻ പോയത് ഞാനാണ്, എന്നിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. 10 പേര് പ്രസംഗിച്ചിട്ടും മാനസാന്തരപ്പെടാഞ്ഞ ആളാണ് തോമസ്. ഒരു കണ്ടീഷൻ വെച്ചു, വിശ്വസിക്കണമെങ്കിൽ തൊടണം, സ്പർശിക്കണം. പിന്നീട് യേശു വരുന്നു 8 ദിവസം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ഉയർപ്പ് കഴിഞ്ഞ് 8-ാം ദിവസം തോമസിൻ്റെ ദിവസമെന്ന് നാം കൊണ്ടാടുന്നത്. തോമസിനെ റിഡീം ചെയ്യാൻ വേണ്ടി തന്നെയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. വന്ന് നേരെ തോമസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തോമസ്, നിൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാം ഞാൻ ഉൾക്കൊള്ളും. നീ പറഞ്ഞതുപോലെ കയ്യിലെ മുറിവ്, മാർവിടത്തിലെ മുറിവ്, കം ആൻഡ് ടച്ച് ആൻഡ് ഫീൽ. പാശ്ചാത്യ നാടുകളൊക്കെ നല്ല പടങ്ങളുണ്ട്. അപ്പോസ്തലൻ്റെ കൈ കർത്താവിൻ്റെ മാർവിടത്തിലിരുത്തുന്ന പടങ്ങളുണ്ട്. എന്നാൽ പൗരസ്ത്യ സഭകളൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കർത്താവ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമസ് അപ്പോസ്തലൻ നെടുമ്പാട് വീണ് കാണും എന്നാണ് എൻ്റെ ചിന്ത. വലുതേ പൊക്കി കമന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു കാണും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എനിക്ക് കർത്താവാണ്, ദൈവമാണ്. ഐ ഡു ബിലീവ്. എനിക്ക് കാണണ്ട, തൊടണ്ട, സ്പർശിക്കണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് സ്പർശനം കൊണ്ടോ വാക്കുകൊണ്ടോ അല്ല, അതിലും അപ്പുറമാണ്. നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. ശിഷ്യന്മാർ 2 പേരാണ് യേശുവിനെ സാക്ഷിച്ചത്. ഒന്ന് പത്രോസ് അപ്പോസ്തലൻ, സീസരിയ ഫിലിപ്പിയുടെ സ്ഥലത്തെ മത്തായി സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ അത് പറയുന്നുണ്ട്. യേശു മരിക്കാൻ തുടങ്ങുന്നതെന്ന് യേശുവിൻ്റെ മനസ്സിൽ ഉത്ബോധമുള്ളപ്പോൾ തന്നെയാണ് യേശു ചോദിക്കുന്നത്, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ജനങ്ങൾ എന്ത് പറയുന്നു? ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ അധ്യാപകൻ്റെ ഉള്ളിലുള്ള ആൻസർ കിട്ടിയില്ലെങ്കിൽ അധ്യാപകന് കുണ്ഠിതമുണ്ടാവും. ഇവനൊന്നും പഠിച്ചില്ലല്ലോ. ഞാൻ ആരാണെന്ന് ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇരമ്യാവ്, യോഹന്നാൻ സ്നാപകൻ, മറ്റേ പ്രവാചകൻ. മെഡിമിക്സിൻ്റെ പരസ്യം പോലെ യേശു പറഞ്ഞു കാണും, അതൊക്കെ പോട്ടെ, നിങ്ങളെന്ത് പറയുന്നു? അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ആയ ക്രിസ്തുവാണ്. വികാര തളിരിതനായ യേശു അപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു? ബർ യോന ശിമോനെ. ഭയങ്കര പവർഫുൾ വാക്കാ. ബർ യോന ശിമോനെ, യോനായുടെ മകനെ, നീ പറഞ്ഞ് ശരിയാണ്. എന്നാൽ അത് നിൻ്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞതല്ല, അതെൻ്റെ അപ്പൻ നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് മനസ്സിലാക്കി. സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ ദൈവത്തെ കണ്ടതെന്ന്. 1-2 വർഷത്തിന് മുമ്പ് ഞാൻ കൊച്ചിൻ എയർപോർട്ടിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തിരുമേനി എന്നെ ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, നിന്നെ എവിടെ വെച്ച് കണ്ടാണ് ഓർക്കുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഷാർജ പള്ളിയിലാണ്. തിരുമേനിയാണ് എനിക്ക് ആദ്യ കുർബാന തന്നത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇത്തവണ വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം മനസ്സിലായതുകൊണ്ട് വേറെ പള്ളിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. കഠിനമായൊരു വാക്ക് പോലെ എനിക്ക് തോന്നി. ഇപ്പോഴാണ് സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. പള്ളിയിൽ പോയത് നിങ്ങളുടെ പള്ളിയിൽ പോയതുകൊണ്ടല്ല, ഞങ്ങൾക്ക് വേറെ പള്ളിയാണ്. സ്വന്തം ബുദ്ധിയിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയൊരു ആഗ്രഹം, അതാണ് സത്യമെന്നൊരു വിശ്വാസം. ദൈവം വെളിപ്പെടുത്തി തരാതെ ദൈവത്തെ ആർക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സഭ ഉപയോഗിക്കുന്ന വാക്കാണ് മിസ്റ്ററി. ഇതെൻ്റെ ബുദ്ധിക്ക് അപ്പുറമായ ഒന്നാണ് ദൈവഭയം, ദൈവബോധം, ദൈവം ആരാകുന്നെന്ന് കണ്ടെത്താൻ തന്നെ. അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത്, ഇത് സത്യാന്വേഷണത്തിന് വേണ്ടി ഒരു യാത്രയാണ് ജീവിതം.
പരമസത്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ പരമസത്യമാകുന്ന ദൈവം തന്നെ നമുക്ക് കനിയണം. തൊട്ടതുകൊണ്ടോ രുചിച്ചതുകൊണ്ടോ കണ്ടതുകൊണ്ടോ അല്ല എന്ന് കർത്താവ് പറയുന്നു, തോമസിനോട് പറയുന്നു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പി ജോബ് എന്ന് പറയുന്ന ഒരു പ്രസംഗകൻ, സുവിശേഷകൻ നമുക്കുണ്ടായിരുന്നു. നല്ല തീവ്രമായ ദൈവഭക്തനായിരുന്നു. അദ്ദേഹം പാശ്ചാത്യ നാടുകളിൽ ചെന്ന് പ്രസംഗിക്കും. നിങ്ങളെല്ലാം ഡൗട്ടിങ് തോമസ് എന്ന് ഞങ്ങളുടെ സ്ലീഹായെക്കുറിച്ച് പറയാറുണ്ടല്ലോ. വരിക, വന്ന് നോക്കുക, മാർത്തോമായുടെ പള്ളികളെല്ലാം നിറഞ്ഞിരിക്കുന്ന കാണണമെങ്കിൽ വരിക. അവിശ്വാസി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആ തോമസിൻ്റെ പള്ളികൾ, തോമസിൻ്റെ മക്കൾ പള്ളി നിറയാണ് ഇന്നും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മളെ കോടതിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? കോടതിയിൽ പോയിട്ടുണ്ടോ? ഞാൻ സിവിക്സ് പൊളിറ്റിക്സ് പഠിച്ചപ്പോൾ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളെ കോടതി കൊണ്ടുപോകും. അവിടെയാണ് കോടതി വാദം. ഇതുപോലൊരു സീറ്റിൽ, നല്ല ഉയർന്ന സീറ്റിൽ ജഡ്ജി ഇരിക്കും, വക്കീലന്മാരെ പ്രതിക്കൂട്ട് സാക്ഷിക്കൂട്ട് എല്ലാം ഉണ്ടാകും. വക്കീലന്മാരെ വാദം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ഗൗണൊക്കെ ഇട്ട ശേഷം വക്കീലിൻ്റെ മുമ്പിൽ വണങ്ങിയിട്ട് പറയും, മൈ ലോഡ്, മൈ ലോഡ്. എന്നിട്ട് ഈ മനുഷ്യനെ കർത്താവെന്ന് വിളിക്കുന്നു. ഹീ ഹാസ് പവർ ഓവർ ലൈഫ്. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും ഒരുത്തിനെ വെറുതെ വിടാനും കൊല്ലാനും ഈ മനുഷ്യന് അധികാരമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം സ്വർഗം കൊടുത്ത ഒരു പേരാണ് യേശുവിനെ കർത്താവ്. ഇനി ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ഒരു ന്യായവിധിയില്ല. യേശു പുത്രനിൽ വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയും. അതുകൊണ്ട് യേശു കർത്താവെന്ന് പറയുമ്പോൾ ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ. ഇതുവരെ മരണമാണ് മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ മരണത്തെ ജയിച്ച കർത്താവ് ജീവൻ്റെ മേൽ അധികാരിയായിട്ട് വന്നു. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 30 വയസ്സ്. സാത്താൻ പറഞ്ഞ് നമസ്കരിക്കുക, എല്ലാം തരാമെന്ന് പറഞ്ഞു. എന്നാൽ യേശു സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പൻ എനിക്കെല്ലാം തന്നിരിക്കുന്നു, മുഴുവൻ അധികാരവും ദൈവം എനിക്കിപ്പോൾ തന്നിരിക്കുകയാണ്. യു ഗോ ആൻഡ് പ്രീച്ച് ആൻഡ് മേക്സ് ഡിസൈപ്പിൾസ്. അധികാരിയായ കർത്താവിൻ്റെ ആജ്ഞയാണ് ഗോ ആൻഡ് പ്രീച്ച്. യേശു കർത്താവാണ്, യേശു ദൈവമാണ്. 139 സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തെ എവിടെ കണ്ടുകിട്ടാമെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ പോയാൽ അവിടെയുണ്ട്, നരകത്തിൽ പോയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ പോയാൽ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്തിൽ നിന്ന് പാർത്താൽ അവിടെയുണ്ട്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവ സാന്നിധ്യം, തിരുസാന്നിധ്യം, അത് ശവക്കുഴിക്കുള്ളിലുമുണ്ട്. ദൈവം നമുക്ക് തന്ന യേശു കർത്താവ് ആരാകുന്നു? യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ, മെഗൂശന്മാരെന്നാണ് ആരാധനക്രമത്തിൽ പറഞ്ഞത്. മെഗൂശന്മാർ, വിദ്വാൻമാർ, ജ്ഞാനികൾ വന്നിട്ട് യേശു ആരാണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ കാഴ്ചയിലൂടെയാണ് യേശുവിനെ പറഞ്ഞത്. പൊന്നു തോന്നി, ഇവൻ രാജാവാണ്. മൂര് പ്രവാചകൻ്റെ ദൗത്യമാണ്. കുന്തിരുക്കം പുരോഹിതൻ്റെ ദൗത്യമാണ്. യേശു പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്. അതുകൊണ്ടാണ് അവർ വന്ന് ചോദിച്ചത്, വേർ ഇസ് എ കിങ്? എവിടെയാണ് രാജാവ്? ജനിച്ചത് എവിടെയാണ്? മരിച്ചു കഴിഞ്ഞ് കെട്ടിത്തൂക്കിയപ്പോൾ അവർ അതിന് മുമ്പിൽ ഒരു ലേബൽ എഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ ചെന്ന് പറഞ്ഞു, പീലാത്തോസേ, ഈ വാക്കിനൊരു ഭേദഗതി ഉണ്ട്, അവൻ പറഞ്ഞു എന്ന് വേണം എഴുതാൻ. യേശു യഹൂദന്മാരുടെ രാജാവ്. പീലാത്തോസ് പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി ദേർ, അതവിടെ ഇരുന്നോട്ടെ. ജനിച്ചപ്പോഴും രാജാവായി അന്വേഷിച്ച് വരുന്നു, ക്രൂശിൽ തൂക്കിയപ്പോഴും രാജാവ് തന്നെ, മേലെടുത്ത് തന്നെ, ഉയർത്തെഴുന്നേറ്റപ്പോഴും യേശു രാജാവ് തന്നെ, എല്ലാത്തിൻ്റെ അധികാരി. ഐ ഡു ബിലീവ് എന്ന് തോമായുടെ മക്കളായി എല്ലാവരും പറയണം. യേശു ദൈവമാണ്, യേശു മാത്രം ദൈവമാണ്, യേശു കർത്താവാണ്, യേശു മാത്രം കർത്താവാണ്. ഈ യേശുവിനെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന്
മാർത്തോമായുടെ മക്കളായ എല്ലാവരും ഉറക്കെ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കേണ്ട ദിവസമാണ്. ഞാനും അത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം എൻ്റെയും സാക്ഷ്യമാണ്. ഞാൻ അവനെ പൂർണ്ണ ദൈവമായിട്ട് അംഗീകരിക്കുന്നു. മനുഷ്യനായി പിറന്ന മനുഷ്യനെ ദൈവമാക്കാനുള്ള ദൈവിക പ്രവർത്തനത്തിൽ പങ്കുചേർന്ന യേശുവിനെ ഞാൻ കർത്താവായി അംഗീകരിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ജീവൻ്റെ മേൽ അധികാരി അതെയാണ്. ചോദിക്കാതെ കിട്ടിയതാണ് ജന്മം. അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. രക്ഷയും ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതുകൊണ്ട് നമ്മുടെ അമിതമായ പ്രാർത്ഥനയോ ഒത്തിരി പ്രസംഗങ്ങളോ ഒന്നുമല്ല. തൊട്ടോ അറിഞ്ഞോ കണ്ടോ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെ അല്ലാതെ ഇവനിൽ കാണാതെ ഈ കർത്താവിൽ വിശ്വസിക്കാൻ ഉറയ്ക്കാനും ദൈവമേ എന്നെ സഹായിക്കണമേ, എപ്പോഴെങ്കിലും ഞാൻ നിന്നെ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരമാനസരായിരിക്കാൻ കഴിയണം. നമ്മളിങ്ങനെ ആരാധനയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഒരു അവസ്ഥയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്ന ദിവസമാണ്. ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നവരാണ് നമ്മുടെ ചുറ്റും. അടുത്ത ദിവസം കണ്ടതെല്ലാം അങ്ങനെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് നേരെ തിരിച്ചായിരുന്നു. സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്ന ആളുകളെ കൊല്ലുകയില്ലായിരുന്നു. ഇന്ന് രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വിശ്വാസം ഏറ്റു പറയുന്നവർക്ക് ധൈര്യം കൊടുക്കണമേ, വിശ്വാസ സ്ഥിരത തരണമേ, പാളിപ്പോകാത്ത വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് കനിവുണ്ടാവണമേ, അവർക്കിതിനൊരു മനസാന്തരം കൊടുക്കണമേ. കൃപയിൽ മുതിർന്നു വരുവാൻ ദൈവമേ തുണയ്ക്കണമെന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വലിയ ദിവസത്തെ സെലിബ്രേറ്റ് ചെയ്യാം.